ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന ഫയർമാൻ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻറ്റു എന്നാൽ പ്ലസും മൈനസ് എന്നാൽ ഡിവിഷനും ആയാൽ 12 × 39 - 3 = എത്ര? സൊല്യൂഷൻ. ഇൻറ്റു എന്നാൽ പ്ലസും മൈനസ് എന്നാൽ ഡിവിഷനും ആയാൽ 12 × 39 - 3 എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് സൈൻ ചേഞ്ച് ആക്കിയിട്ട് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇൻറ്റു എന്നാൽ പ്ലസ്, മൈനസ് എന്നാൽ ഡിവിഷൻ. അപ്പം ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരും, മൈനസിൻ്റെ സ്ഥാനത്ത് ഡിവിഷൻ വരും. അപ്പോൾ ഇത് 12 + 39 ÷ 3 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യാം. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്, അത് കഴിഞ്ഞ് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 39/3, 39/3 13, 13 + 12, 13 + 12 25 ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 16² × 3² × 4 / 9³ × 4² 3 = എത്ര? ഇത് സോൾവ് ചെയ്യുക. 16² × 3² / 4 / 9³ × 4² 3 = 16² × 3². 3² 9 ആണ്. അപ്പോൾ ഇത് 9⁴ / 9³ × 4². 4² 16 ആണ്. അപ്പോൾ ഇത് 16⁻³ എന്ന് വന്നു. = 9⁴ / 9⁻³ അത് 9⁻1 വരും. 9⁻1 എന്ന് വെച്ചാൽ 9. അതായത് Am / An = Am - n. അതാണ് 9⁴ / 9⁻³ അപ്പം 9⁴ - 3 9⁻1. 9⁻1 എന്ന് വെച്ചാൽ 9 വരും. അപ്പം 9 അതുപോലെ 16² / 16³ അപ്പോൾ അത് 16⁻³ - 2. 16⁻1 വരും, അത് 16 ആയിരിക്കും. 9/16 ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒറ്റയാൻ ഏത്? 26, 65, 85, 52, 78. സൊല്യൂഷൻ. ഒറ്റയാൻ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കിയുള്ള എല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുന്നതാണ് ഒറ്റയാൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ 26, 65, 85, 52, 78. ഇവിടെ ഈ 85 ഒഴികെ ബാക്കി 4 സംഖ്യകളും 13ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഇവിടുത്തെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് 13ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യകളാണ്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുന്നതാണ് 85. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ 85 ആണ്. 26 ആണെങ്കിൽ 13 2 26, 65 ആണെങ്കിൽ 13 5 65, 52 ആണെങ്കിൽ 13 4 52, 78 ആണെങ്കിൽ 13 6 78. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന 4 സംഖ്യകൾ 13ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 13ൻ്റെ മൾട്ടിപ്പിൾ അല്ല 85. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ 85 ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 5x + 15 = 8x + 16 = 2:3 ആയാൽ എക്സിൻ്റെ വില എന്ത്? സൊല്യൂഷൻ. 5x + 15 = 8x + 16നെ 5x + 15 / 8x +
16 എന്ന് എഴുതാം. അതായത് A/B ഈസ് ഈക്വൽ ടു A/B ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 2:3. 2:3 ആകുമ്പം 2/3. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 3 × 5x + 15 ഈസ് ഈക്വൽ ടു 2 × 8x + 16. അപ്പോൾ 3 × 5x 15x + 3 × 15 45 ഈസ് ഈക്വൽ ടു 2 × 8x 16x + 2 × 16 32. അപ്പോൾ ഇത് വരുന്നത് എക്സിനെ ഒരു ടൈമിലോട്ട് മാറ്റാം, സംഖ്യകളെ ഒരു ടൈമിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ 16x - 15x ഈസ് ഈക്വൽ ടു 45 - 32. അപ്പോൾ 16x - 15x എക്സ് ഈസ് ഈക്വൽ ടു 45 - 32 13. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 13 ആണ് ആൻസർ, ഓപ്ഷൻ ബി. ചോദ്യം x - 1/x ഈസ് ഈക്വൽ ടു 2 ആയാൽ x² + 1/x² ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ x - 1/x ഈസ് ഈക്വൽ ടു k ആണെങ്കിൽ x² + 1/x² ഈസ് ഈക്വൽ ടു k² + 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ x - 1/x ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇവിടെ k ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ x² + 1/x² k² + 2 ആണ്. അപ്പോൾ ഇവിടെ x² + 1/x² ഈസ് ഈക്വൽ ടു k² + 2. k ഇവിടെ 2 ആണ്. അപ്പോൾ 2² + 2 2² 4 4 + 2 6 ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 8:2 $512 സൊല്യൂഷൻ 8:2 512 ആയാൽ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 8 512, അതായത് 8ൻ്റെ ക്യൂബാണ് 512. അതുപോലെ 2ൻ്റെ ക്യൂബ് 8 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 120 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അതിനെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര? സൊല്യൂഷൻ ഒരു ഗോളം, അതിനെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റി, അതായത് ഈ ഗോളത്തെ 2 പകുതിയാക്കി മാറ്റി, അതാണ് അർദ്ധഗോളം. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr² ആണ്. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 3πr² ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം തന്നിട്ടുണ്ട് 4πr², 120 cm². ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ്. അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 3πr², ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 4πr² ഈസ് ഈക്വൽ ടു 120 ആണെങ്കിൽ πr² ഈസ് ഈക്വൽ ടു 120/4 ഈസ് ഈക്വൽ ടു 30 ആയിരിക്കും. അപ്പോൾ ഇവിടെ πr² 30 ആണ്. അങ്ങനെയാണെങ്കിൽ 3πr², 3 × 30 ഈസ് ഈക്വൽ ടു 90 cm². 90 ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം പേരും മേൽവിലാസവും നൽകിയിരിക്കുന്നു, തുല്യമായത് ഏത്? ഫിർസാന മുഹമ്മദ്, സാനിയ മൻസിൽ, വാരണാസി 210120. സൊല്യൂഷൻ ഇവിടെ തന്നിരിക്കുന്ന ഈ പേരും മേൽവിലാസവും ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ നോക്കാം. ഫിർസാന മുഹമ്മദ്, ഫിർസാന മുഹമ്മദിൻ്റെ സ്പെല്ലിങ്ങിൽ തെറ്റുണ്ട്. തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തിൽ മുഹമ്മദിൽ MU ആണ്
വരേണ്ടത്. ഇവിടെ ഓപ്ഷൻ എയിൽ MO ആണുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ ബിയിൽ ഫിർസാന മുഹമ്മദ്, അത് കറക്റ്റാണ്. സാനിയ മൻസിലിൻ്റെ സ്പെല്ലിങ്ങിൽ തെറ്റുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ മൻസിലിൽ ഇസഡ് ആണ് വരേണ്ടത്. ഓപ്ഷൻ ബിയിൽ മൻസിലിൽ S ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ സിയിൽ ഫിർസാന മുഹമ്മദിൻ്റെ സ്പെല്ലിങ്ങിൽ തെറ്റുണ്ട്. തന്നിരിക്കുന്നതിൽ മുഹമ്മദിൽ ഇ ആണ് വരേണ്ടത്. മുഹമ്മദിൽ ഇവിടെ ഇ ആണ് വരേണ്ടത്. ഇവിടെ ഓപ്ഷൻ സിയിൽ മുഹമ്മദിൻ്റെ ഇവിടെ A ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പം ഇനി ഓപ്ഷൻ ഡിയിൽ ഫിർസാന മുഹമ്മദ്, അത് കറക്റ്റാണ്. സാനിയ മൻസിൽ, അതും കറക്റ്റാണ്. വാരണാസി, അതും കറക്റ്റാണ്. 210120, അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചോദ്യം: 10 പേനയുടെ വിറ്റ വിലയും 15 പേനയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭശതമാനം എത്ര? സൊല്യൂഷൻ: ഇത് കണ്ടുപിടിക്കാനായിട്ടൊരു സിമ്പിൾ ഫോർമുലയുണ്ട്. അതിതാണ്: ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എക്സും വിറ്റ വില സെല്ലിംഗ് പ്രൈസ് വൈയും ആയാൽ ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ആയിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എക്സ് ഈസ് ഈക്വൽ ടു 15, സെല്ലിംഗ് പ്രൈസ് വൈ ഈസ് ഈക്വൽ ടു 10. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, 15 മൈനസ് 10 ഡിവൈഡ് ബൈ വൈ 10 ഇൻറ്റു 100. 15 മൈനസ് 10 5, 5 ബൈ 10 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 50. 50% ആൻസർ ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് രാജുവിൻ്റെ ഭാര്യ. രാജുവിൻ്റെ മകനാണ് രാഹുൽ എങ്കിൽ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം. സൊല്യൂഷൻ: ഇതൊരു ഫാമിലി റിലേഷൻ പ്രോബ്ലം ആണ്. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടുപിടിക്കാം. ഫിഗർ വരച്ച് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് രാജുവിൻ്റെ ഭാര്യ. അപ്പം രാജുവിൻ്റെ ഭാര്യയാണ് ദിയ. രാജുവിൻ്റെ വൈഫ് ദിയ. രാജുവിൻ്റെ മകനാണ് രാഹുൽ. രാജുവിൻ്റെ സണ്ണാണ് രാഹുൽ. രാജുവിൻ്റെ ഭാര്യയാണ് ദിയ. രാജുവിൻ്റെ മകനാണ് രാഹുലെങ്കിൽ ദിയയുടെ മകനാണ് രാഹുൽ. അപ്പം ദിയയും രാഹുലും അമ്മയും മകനുമാണ്. അപ്പോൾ ഇവിടെ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം മകനാണ്. ആൻസർ ഓപ്ഷൻ എ. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? മാത്സ് ഈസി ആയിരുന്നല്ലേ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്